കോഴിക്കോട് വൻ ലഹരി മരുന്ന് വേട്ട എന്ന വാർത്ത വരുന്നു. 51.9 കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത്. കാസർഗോഡ് സ്വദേശികളായ 2 പേർ പിടിയിലായി എന്ന് സമീർ സി മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂ ഇയർ ആഘോഷത്തിന് വിൽപ്പന നടത്താൻ കൊണ്ടുവന്നതാണ് ഈ കഞ്ചാവെന്നാണ് മനസ്സിലാക്കുന്നത്. സമീർ സി മുഹമ്മദ് ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. പറയൂ ഇതിൻ്റെ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. സമീപ നാളുകളിൽ കോഴിക്കോട് നഗരത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടയാണ് ഉണ്ടായിരിക്കുന്നത്. 51.9 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ചാവുമായാണ് കാസർഗോഡ് സ്വദേശികളായ 2 പേർ പിടിയിലായിരിക്കുന്നത്. മുഹമ്മദ് ഫൈസൽ, ഒപ്പം തന്നെ അബൂബക്കർ സിദ്ദീഖ് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. കാറിലാണ് ഇവർ കടത്തിയിരുന്നത്. ഇന്ന് പുലർച്ചയോട് കൂടെയാണ് പോലീസ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. നടക്കാവ് CI PK ജിജേഷ്, ഒപ്പം തന്നെ നടക്കാവ് SI ബിനുമോഹൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഈ കാറിലാണ് ഈ പ്രതികൾ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് കടത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷനുള്ള വാഹനമാണ്. ഇപ്പോൾ കാണുന്ന ഈ രജിസ്ട്രേഷനൊപ്പം തന്നെ മറ്റ് 2 രജിസ്റ്റർ നമ്പർ കൂടി വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ, മയക്കുമരുന്ന് കടത്തുൾപ്പെടെയുള്ള വിവിധ തരങ്ങളിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഈ പ്രതികൾ എന്നുള്ള കാര്യമാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതികളെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഒപ്പം തന്നെ 4 ചാക്കുകളായാണ് ഇവർ ഇത്തരത്തിൽ വലിയ തോതിലുള്ള മയക്കുമരുന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരും നടക്കാവ് പോലീസും ചേർന്ന് നടത്തിയിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു മയക്കുമരുന്ന് വേട്ടയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 2 പേർ പിടിയിലായിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന മയക്കുമരുന്നാണ്. 13 ലക്ഷം രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നാണ് പിടികൂടിയിരിക്കുന്നത്. പ്രധാനമായും വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിൽപ്പന നടത്താനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ കൊണ്ടുവന്നിരുന്നത്. ന്യൂ ഇയറിന്റെ ഒരു ആഘോഷ മൂഡിലേക്ക് നാടും നഗരവും ഒക്കെ എത്തുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിൽപ്പന പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇവർ ഈ ലഹരിയുമായി കൊണ്ട് കേരളത്തിലേക്ക് എത്തിയത്. കോഴിക്കോട് മാവൂർ റോഡിൽ വെച്ചുകൊണ്ടാണ് ഇന്ന് പുലർച്ചയോടുകൂടെ പോലീസ് പരിശോധന നടത്തുകയും ഈ ഡിക്കിയിൽ സൂക്ഷിച്ചിരുന്ന 4 ചാക്ക് കഞ്ചാവ് പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ പേർക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു സമീർ സി മുഹമ്മദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.